Hi friends, ഫുഡ്സ് ഫ്രീക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഓറിയോ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഓറിയോ മിൽക്ക് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. വനില ഐസ്ക്രീം വേണം. ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. ചോക്ലേറ്റ് സിറപ്പ് 1 ലിറ്റർ പാലിന്റെ അളവിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാൽ ഞാൻ നേരത്തെ തിളപ്പിച്ചതിന് ശേഷം വെളിയിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്ചറൈസ്ഡ് മിൽക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ തിളപ്പിക്കാത്ത പാൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഐസ് ക്യൂബ് തയ്യാറാക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നിന്ന് തയ്യാറാക്കാൻ തുടങ്ങാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഐസ്ക്രീമും ചോക്ലേറ്റ് സിറപ്പും ബിസ്ക്കറ്റും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. മധുരം കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ക്രീം ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം, അല്ലാത്ത പീസ് വേറെ എടുക്കാം. ഇനി ഈ ബിസ്ക്കറ്റ് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്രീം ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്, ക്രീം ഇല്ലാത്ത പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൗഡറായി പോകും. അത്രയും പൗഡർ ആവണ്ട. അടുത്തതായിട്ട് നമ്മൾ ഈ ക്രീം തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ക്രീം ഉള്ള ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. വനില ഐസ്ക്രീം ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നിറച്ച് 3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല്, ആദ്യമേ പകുതി പാല് ചേർത്തൊന്ന് അടിച്ചതിന് ശേഷം മുഴുവൻ പാൽ ഒഴിച്ച് അടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഫ്രീസറിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു അല്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഒരു ലെയർ പോലെ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അല്പം ഷേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം ചോക്ലേറ്റ് സിറപ്പ്, ഒരല്പം ഐസ്ക്രീം. ഞാൻ 2 ബിസ്ക്കറ്റ് വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രോയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.